നമസ്കാരം. മീഡിയ4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2025-2026 വർഷത്തെ പദ്ധതി പ്രകാരം ഗ്രാമസഭകളിൽ അംഗീകരിച്ച ഉപഭോക്താക്കൾക്ക് പച്ചക്കറി തൈകൾ, ചെടിച്ചട്ടികൾ, വളം എന്നിവ വിതരണം ചെയ്തു. പാലിശ്ശേരി ശിരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തെച്ചി പൂങ്കാവനം ഒരുങ്ങുന്നു. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് പൂങ്കാവനം ഒരുക്കുന്നത് അനുദിന പൂജകൾക്കുള്ള പുഷ്പങ്ങൾക്കായി. പാറളം മുള്ളക്കര പണ്ടാരം കോൾപ്പടവിൽ വളർത്തു പശു വൈദ്യുതി ആഘാതമേറ്റ് ചത്തു. ക്ഷീരകർഷകയായ കാരണത്തെ കരുണാകരൻ ഭാര്യ കൗസലിയുടെ കറവ പശുവാണ് ചത്തത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2025-2026 വർഷത്തെ പദ്ധതി പ്രകാരം ഗ്രാമസഭകളിൽ അംഗീകരിച്ച ഉപഭോക്താക്കൾക്ക് പച്ചക്കറി തൈകൾ, ചെടിച്ചട്ടികൾ, വളം എന്നിവ വിതരണം ചെയ്തു. 20, 21 എന്നീ വാർഡുകളിലായിരുന്നു വിതരണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഹർഷിത, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR സിദ്ധാർത്ഥൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ക്രിസ്റ്റീന, PH ഉമ്മർ, ലോഹിതാക്ഷൻ, ബൈജൂസൻ, ബീന ഉണ്ണികൃഷ്ണൻ, മൃദുല, എൽവിയ, ശരണ്യ വൈശാഖ്, ശ്രുതി വിജിൽ, പ്രിയലത പ്രസാദ്, ജയശ്രീ ഷാജൻ, മീര ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പാലിശ്ശേരി ശിരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തെച്ചി പൂങ്കാവനം ഒരുങ്ങുന്നു. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് പൂങ്കാവനം ഒരുക്കുന്നത് അനുദിന പൂജകൾക്കുള്ള പുഷ്പങ്ങൾക്കായി. ഡോക്ടർ ഐശ്വര്യ സുരേഷും പ്രദീപ് കണ്ണനുമാണ് ശരിശ്ശേരിക്കാവിൽ വഴിപാടായി തെച്ചി പൂങ്കാവനം സമർപ്പിച്ചത്. മുൻപ് ഗുരുവായൂർ, ശബരിമല എന്നിവിടങ്ങളിലും ഇവർ തെച്ചി പൂങ്കാവനങ്ങൾ ഒരുക്കി സമർപ്പിച്ചിരുന്നു. ക്ഷേത്ര മേൽശാന്തി പാറേക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലാണ് തെച്ചി പൂങ്കാവന സമർപ്പണം നടന്നത്. കുമാരി DIS നായർ, ഡോക്ടർ ഐശ്വര്യ സുരേഷ് എന്നിവർ ചേർന്ന് തെച്ചി പൂങ്കാവനത്തിലെ ആദ്യ തൈനട്ട ഉദ്ഘാടനം ചെയ്തു. ശരിശ്ശേരിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തെച്ചി പൂങ്കാവനത്തിലൂടെ ക്ഷേത്രത്തിലെ പൂജകൾക്കും അനുഷ്ഠാന ചടങ്ങുകൾക്കും ആവശ്യമായ ശുദ്ധമായ പൂജാപുഷ്പങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പൂങ്കാവനം തീർക്കാൻ 100-ലേറെ തെച്ചി തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. പാറളം മുള്ളക്കര പണ്ടാരം കോൾപ്പടവിൽ വളർത്തു പശു വൈദ്യുതി ആഘാതമേറ്റ് ചത്തു. ക്ഷീരകർഷകയായ കാരണത്തെ കരുണാകരൻ ഭാര്യ കൗസല്യയുടെ കറവ പശുവാണ് ചത്തത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ പണ്ടാരം കോൾപ്പടവിലെ ബണ്ടിൽ തീറ്റ കഴിഞ്ഞ് മടക്കിക്കൊണ്ടുവരുന്നതിനിടയിലാണ് പശുവിന് ഷോക്കേറ്റതായി പറയുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും ഇടിവെട്ടിനുമിടെ പണ്ടാരം കോൾപ്പടവ് മോട്ടോർ ഷെഡിനരികിലുള്ള ട്രാൻസ്ഫോമറിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. കൗസല്യയുടെ മകൻ സലീഷ് അറിയിച്ചതിന് പിന്നാലെ KCB അധികൃതരും പാറളം പഞ്ചായത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടറും സ്ഥലത്തെത്തി. തുടർന്ന് പശുവിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി കുഴിച്ചുമൂടാൻ നിർദ്ദേശം നൽകി. വാർഡ് മെമ്പർ ചേനം, ക്ഷീരസംഘം പ്രസിഡന്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ ഗീതാ ഗോപി MLA, ക്ഷീരവികസന വകുപ്പ്, KCB അധികൃതരുമായി സംസാരിക്കുകയും വിധവ കൂടിയായ ക്ഷീരകർഷക കൗസല്യയ്ക്ക് ധനസഹായം ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും അറിയിച്ചു. പാലക്കലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാറിൽ തട്ടി ബസിനടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം ഗ്രീൻ വാലി റോഡിൽ തിരുവുള്ളക്കാവ് ക്ഷേത്രം ജീവനക്കാരൻ കുന്നപ്പള്ളി വീട്ടിൽ വേണുഗോപാലൻ മകൻ 45 വയസ്സുള്ള കണ്ണൻ എന്ന രതീഷാണ് മരിച്ചത്. കുറുങ്കുഴൽ കലാകാരനും ഓട്ടോ ഡ്രൈവറുമായിരുന്നു അപകടത്തിൽ മരിച്ച രതീഷ്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ പാലക്കൽ സെന്ററിന് സമീപമായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ചേർപ്പ് തിരുവുള്ളക്കാവിലെ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് രതീഷ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്. പാലക്കൽ സെന്ററിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് കാറിൽ തട്ടുകയും തുടർന്ന് എതിർദിശയിൽ വന്ന സ്വകാര്യ ബസിനടിയിലേക്ക് വീഴുകയുമായിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ഉടൻ തന്നെ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ ജില്ലയിലെ വില്ലടം, വിൽവട്ടം, ചേറൂർ, പൂച്ചട്ടി എന്നീ മേഖലകളിൽ മിന്നൽ ചുഴലി നാശം വിതച്ചു.
ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും റോഡുകളിലേക്ക് മരങ്ങൾ വീണതിനാൽ ഗതാഗതം തടസ്സപ്പെടുകയും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു. ചെറൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. വില്ലട മിൽമയ്ക്കും മുന്നിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കൂടാതെ നടത്തറ പൂച്ചട്ടി ഭവൻസ് സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണതാണ് മറ്റൊരു പ്രധാന സംഭവം. ഈ സമയം സ്കൂളിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന രക്ഷിതാക്കളുടെ വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മരം പതിച്ചത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവരം ലഭിച്ച ഉടൻ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പഴവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ സ്വിമ്മിംഗ് പൂൾ, ടർഫ് എന്നിവയുടെ സമർപ്പണം നടത്തി. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. Madam Geeta Gopi to inaugurate our new sports arena by cutting the ribbon. The ribbon is now. Ladies and gentlemen, let's see what big now champions may emerge from this village. സ്കൂൾ ചെയർമാൻ എന്ന നിലയിൽ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഏറ്റവും വ്യക്തിത്വത്തിന്റെ വ്യക്തിത്വം ഞാൻ പരിചയപ്പെടുന്നത് തന്നെ യുവയുടെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര ദർശനത്തിലാണ്. ഞാൻ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഗുരുവായൂരപ്പനെ നിർമ്മാണം കൊണ്ട് ഇറങ്ങി വരുന്ന സമയത്താണ് ഗോപാലനെ ഞാൻ പരിചയപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞൊരു വാക്ക് ഒന്ന് മാത്രമാണ്. ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ ഒരു ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന നിലയിൽ ജനങ്ങളുടെ താല്പര്യങ്ങളും ജനകീയ വിഷയങ്ങളിലും വലിയൊരു മനസ്സ് കൊടുക്കാൻ കഴിയണം രാഷ്ട്രീയക്കാർക്ക്. അവരുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. ആ വാഹനം ക്ഷേത്രത്തിന്റെ അകത്ത് നിന്ന് എന്നോട് പറഞ്ഞ ഗോപാലൻ പിന്നീട് ഉയരങ്ങളിലെത്താനും ഒരു നിയമസഭാംഗമായി ഗുരുവായൂരിൽ വന്ന എനിക്ക് ഗോപാലന്റെ ഈ സ്കൂൾ അതും വലിയ തോതിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് വന്നത് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനം. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ IM വിജയൻ, വെസ്റ്റ് ബംഗാൾ ഫുട്ബോൾ കോച്ച് ഡോക്ടർ ബിനോ ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ, വാർഡംഗങ്ങളായ നിത്യ ബിജു, ഉല്ലാസ് കണ്ണോളി, അഷിമ ജോഷി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ശ്രീജ ബോസ്, കറസ്പോണ്ടന്റ് ധനജ സലീഷ്, PTA പ്രസിഡന്റ് PG ധന്യ എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടർഫാണ് പഴവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പരിശീലനത്തിനായി കുട്ടികൾക്ക് പ്രത്യേകം കോച്ചിനെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ പരമ്പരാഗത വെടിക്കെട്ടുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നിവേദനം. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് നിവേദനം നൽകിയത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AA കുമാരൻ, ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, സംഘടനാ സെക്രട്ടറി കല്ലൂർ ബാബു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K മഹേഷ് എന്നിവരാണ് ദേവസ്വം മന്ത്രി K മുരളീധരനെ നിവേദനവുമായി സമീപിച്ചത്. പരമ്പരാഗത വെടിക്കെട്ടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ മന്ത്രിയെ ധരിപ്പിച്ചു. കേരളത്തിലെ പരമ്പരാഗത വെടിക്കെട്ടുകൾ സംരക്ഷിക്കാൻ പെസോ നിയമത്തിൽ ഭേദഗതി വരുത്തി സുരക്ഷിതമായി വെടിക്കോപ്പുകൾ നിർമ്മിക്കാൻ നിർമ്മാണ യൂണിറ്റുകളുടെ ക്ലസ്റ്റർ രൂപീകരിക്കണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. സുരക്ഷിതമായ സൌകര്യമുള്ള സ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടത്താൻ അനുമതി നൽകണമെന്നും മാഗസിനുകൾ നിർമ്മിക്കാൻ തണ്ണീർത്തട നിയമത്തിൽ ഇളവുകൾ അനുവദിക്കണമെന്നും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പരമ്പരാഗത വെടിക്കോപ്പുകൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വന്നിരുന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ, അതിൽ ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രി ഉണ്ടാക്കുന്ന സ്ഥലത്തുള്ള അപകടം അതിദാരുണമായിരുന്നു. നിരവധി പേരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. തുടർന്ന് എങ്ങും തന്നെ വെടിക്കെട്ട് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കണം, പരമ്പരാഗത വെടിക്കെട്ടുകൾ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് സുരക്ഷിതമായി വെടിക്കെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ നിശ്ചിത അകലത്തിലുള്ള അതിൻ്റെ യൂണിറ്റുകൾ ഉണ്ടാകുന്ന നിർമ്മാണ സാമഗ്രി ഉണ്ടാകുന്ന യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെ ഈ തൊഴിലാളികളെ പുനരധിവസിപ്പിച്ച് അവർക്ക് തൊഴിൽ നൽകി അവിടെ ഉണ്ടാകുന്ന ലൈസൻസോട് കൂടി സർക്കാർ നിഷ്കർഷിക്കുന്ന നിയമവിധേയമായി വെടിക്കോപ്പുകൾ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകൾക്കും സ്ഥല സൗകര്യമുള്ള ഇടങ്ങളിൽ
വെടിക്കെട്ട് ഡിസ്പ്ലേ നടത്തുവാനുള്ള ഒരു സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയോട് ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെട്ടത്. കാലങ്ങൾക്ക് മുമ്പ് പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ആറാട്ടുപുഴ പാടത്ത് ധാരാളം സ്ഥല സൗകര്യമുണ്ട്. വിശാലമായ പാടം, അപ്പോൾ നെൽവയൽ ഭാഗമാണ്, പ്രദേശമാണ്. അവിടെ കാര്യമായ തോതിൽ വെടിക്കെട്ട് നടത്താറുണ്ട്. കുറച്ച് കാലമായി ഈ റെസ്ട്രിക്ഷൻസ് കാരണം അതെല്ലാം നിർത്തിവെച്ചൊക്കെയാണ്. ജനങ്ങളെ സംബന്ധിച്ച് ആന പൂരം എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് വെടിക്കെട്ട്. അപ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ സർക്കാർ അതിനുവേണ്ട മുൻകൈയെടുത്ത് വേണ്ട സൗകര്യങ്ങൾ എടുക്കും. അതിനുവേണ്ടി സർക്കാർ നിയമങ്ങൾ ഇറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങളെന്ന് പറയുന്നത് ഒരു തൊഴിൽ മാത്രമോ അല്ലെങ്കിൽ ആചാരങ്ങൾ മാത്രമല്ല, അത് ഒരു കല കൂടിയാണ്. കേരളത്തിൻ്റെ തനതായ ആചാരങ്ങളും കലകളും കൂടിയാണ് പൂരങ്ങളും ഉത്സവങ്ങളും ആഘോഷിക്കുന്നത്. അതിന് നിയമം മൂലം അതിന് നിയന്ത്രണം കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ അമിതമായ നിയന്ത്രണം കൊണ്ടുവന്ന് അത് ഇല്ലാതാക്കാൻ പോകുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ആ ചില ആളുകളുടെ ആ കുത്സ നീക്കങ്ങൾക്കും എതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കേരളത്തിലെ മുഴുവൻ ദേവസ്വം ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് കെ മുരളീധരനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിന് സമ്മതം തന്നിട്ടുമുണ്ട്, ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നഴ്സുമാരെ അപമാനിക്കുന്ന തരത്തിൽ BJP MP കങ്കണ റണാവത്ത് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ തൃശൂരിൽ പ്രതിഷേധം. തൃശൂർ ജില്ലാ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് പ്രിൻസിപ്പൽ VJ ലിനറ്റ, നഴ്സിംഗ് സൂപ്രണ്ട് ഡെയ്സി വിൻസെന്റ്, ആശുപത്രിയിലെ നഴ്സുമാർ, 100ഓളം നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തു. പ്രതിഷേധ ജാഥ പിന്നീട് ജില്ലാ സഹകരണ ആശുപത്രിക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചു, ഡയറക്ടർമാരായ AR രാമചന്ദ്രൻ, PM ശരത് കുമാർ എന്നിവർ പങ്കെടുത്തു. ശക്തമായ മഴയിൽ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ വീട് തകർന്നു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന വയോധിക ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാറത്താഴം ചൂളക്കടവിൽ നൌഷാദും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം നിലം പതിക്കുകയായിരുന്നു. അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്ന നൌഷാദിന്റെ മാതാവും സഹോദരനും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,040 രൂപ, പവന് 1,12,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2025-2026 വർഷത്തെ പദ്ധതി പ്രകാരം ഗ്രാമസഭകളിൽ അംഗീകരിച്ച ഉപഭോക്താക്കൾക്ക് പച്ചക്കറി തൈകൾ, ചെടിച്ചട്ടികൾ, വളം എന്നിവ വിതരണം ചെയ്തു. പാലിശ്ശേരി ശരിശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തെച്ചി പൂങ്കാവനം ഒരുങ്ങുന്നു. ക്ഷേത്രം മതിൽക്കെട്ടിനകത്ത് പൂങ്കാവനം ഒരുക്കുന്നത് അനുദിന പൂജകൾക്കുള്ള പുഷ്പങ്ങൾക്കായി. പാറളം മുള്ളക്കര പണ്ടാരം കോൾപടവിൽ വളർത്തുപശു വൈദ്യുതി ആഘാതമേറ്റ് ചത്തു. ക്ഷീരകർഷകയായ കാരണത്തെ കരുണാകരൻ ഭാര്യ കൗസലിയുടെ കറവ പശുവാണ് ചത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.